കോട്ടയത്ത് വാഹനമിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ആദ്യം അപകടമരണം എന്ന രീതിയിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും പിന്നീട് ചെന്നെത്തിയത് കൊലപാതകത്തിലാണ്. വെട്ടിക്കാവുക്കൽ പൂവൻപാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൂത്രപ്പള്ളി പുതുപ്പറമ്പിൽ നീതു കൃഷ്ണനാണ് മരിച്ചത്. ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ നീതു ചൊവ്വാഴ്ച രാവിലെ 9-ന് ജോലിക്ക് പോകുമ്പോൾ വെട്ടിക്കാവുക്കൽ പൂവൻപാറപ്പടി റോഡിലാണ് അപകടം. വാഹനമിടിച്ച് അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ നാട്ടുകാർ കറുകച്ചാലിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. പിന്നിലൂടെ എത്തിയ വാഹനം ഇടിച്ചു വീഴ്ത്തിയെന്നാണ് നിഗമനം. നീതു നിലവിൽ വിവാഹിതയും 2 പെൺകുട്ടികളുടെ അമ്മയുമാണ്. എന്നാൽ ഭർത്താവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുവാനുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി സ്വദേശിയും യുവതിയുടെ മുൻ സുഹൃത്തുമായ അൻഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അൻഷാദുമായുള്ള ബന്ധമാണ് നീതുവും ഭർത്താവും തമ്മിൽ അകലുവാൻ കാരണം. മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിലുള്ള അൻഷാദിന്റെ ഭാര്യയും വിവാഹബന്ധം വേർപെടുത്തുവാനുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അൻഷാദ് വാടകയ്ക്കെടുത്തു കൊടുത്ത വീട്ടിലായിരുന്നു നീതു താമസിച്ചിരുന്നത്. എന്നാൽ നീതുവുമായുള്ള ബന്ധം നിലനിൽക്കെ അൻഷാദ് മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായി. അതിന്റെ പേരിൽ നീതുവും അൻഷാദും തർക്കത്തിലായിരുന്നു. നീതുവിന് വിവാഹമോചനം ലഭിച്ചാൽ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിട്ടാണ് അൻഷാദ് ഈ കൊല നടത്തിയത്. സംഭവ ദിവസം സുഹൃത്തിനോടൊപ്പം അൻഷാദ് കാറിലെത്തുകയായിരുന്നു. നീതു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നും കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വാടകയ്ക്കെടുത്ത കാറാണ് ഇയാൾ കൊല ചെയ്യുവാൻ ഉപയോഗിച്ചത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കാർ ഓടിച്ചത് അൻഷാദ് ആണെന്ന് തെളിഞ്ഞത്.